എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠം എല്ലാ വർഷവും അവതരിപ്പിക്കാറുള്ള രാമായണ പ്രഭാഷണ പരമ്പര രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷവും ഭംഗിയായിട്ട് ഇന്ന് 20ാമത്തെ ദിവസമാണ്. നമ്മുടെ കുട്ടികളെല്ലാവരും അതിനകത്ത് വളരെ ശ്രദ്ധയോടുകൂടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാമായണ പ്രഭാഷണം നടത്തുന്നത് 2 കുട്ടികളാണ്. നികേത് ശ്രീ നായർ, മുകുന്ദ ഹരി. രാമസന്ധ്യാനാമം ചൊല്ലുന്നത് നിരഞ്ജന സുജിത്ത്. നികേത് ശ്രീ നായർ നല്ല ഉന്നത വിജയം കഴിഞ്ഞ പരീക്ഷകളിൽ നേടിയ നല്ല ഒരു വിദ്യാർത്ഥിയാണ്. അച്ഛനും അമ്മയും ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ആഴ്ചകളിലും അവിടെ മഠത്തിൽ ക്ലാസ്സിലേക്ക് അവനെ കൊണ്ട് വരാറുണ്ട്. ഈ വലിയ ക്ലാസ്സിലായിട്ട് പോലും ഒട്ടും ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പ്രവണത കാണിക്കാത്ത ഒരു വളരെ നല്ലൊരു കുട്ടിയാണ്. അതാണ് മറ്റുള്ളവർക്ക് മാതൃകയായി നമുക്ക് കാണേണ്ടത്. സാധാരണ കുട്ടികൾ ഒരു 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും 9ാം ക്ലാസ് 10ാം ക്ലാസ് ആകുമ്പോഴേ ചെറിയൊരു വിമുഖത കാണിച്ചു തുടങ്ങും ഈ വക കാര്യങ്ങളോട്. അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലേക്ക് പോകാതെ ഈശ്വരവിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അതാണ് നമുക്ക് ഉന്നത വിജയം തരുന്ന ഒരു വലിയൊരു കാര്യം. എത്ര പഠിച്ചാലും തത്സമയം തോന്നുകയും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനും സാധിക്കുകയും ഓർമ്മയിൽ വരികയൊക്കെ ചെയ്യണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ഫാമിലി ആണ് അവരുടെ ശ്രീ നികേതിന്റെ ഫാമിലി. അതുപോലെ മുകുന്ദ ഹരിയും എല്ലാ ഓൺലൈൻ ക്ലാസ്സിലും വളരെ കൃത്യതയോടെ കയറി എല്ലാം പഠിക്കുന്ന ഒരു കുട്ടിയുമാണ്. 2 പേരെയും പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ആദ്യം നികേത് ശ്രീ നായർ. ഇന്ന് 2 പ്രഭാഷണമായിട്ടാണ്. ആദ്യത്തേത് നികേത് ശ്രീ നായർ ഇപ്പോൾ അവതരിപ്പിക്കും. നികേതിനെ ഏറ്റവും സന്തോഷത്തോടു കൂടി ക്ഷണിക്കുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. സ്വയംപ്രഭാ യോഗിനിയുടെ ഗുഹാശ്രമത്തിൽ നിന്ന് കാട്ടിൽ തിരികെ എത്തിയ വാനരന്മാർ രാവണനെയും സീതയെയും സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ തുടർന്നു. ഇടയ്ക്ക് അവർ എത്തിച്ചേർന്നത് പാതാളത്തിലാണ്. അവിടെ നാഗരാജാക്കന്മാരുടെയും അനുയായികളുടെയും സഹായത്തോടെ മുക്കും മൂലയും തിരഞ്ഞു. ഒരു വിവരവും കിട്ടിയില്ല. അവിടെ സൂര്യോദയവും സൂര്യാസ്തമനവും ഇല്ലാത്തതിനാൽ എത്ര ദിവസം അന്വേഷണത്തിൽ കടന്നുപോയി എന്ന് അവർക്കറിയാനും കഴിഞ്ഞില്ല. അവിടെ ഒടുവിൽ ദക്ഷിണ സമുദ്ര തീരത്തെത്തിയ വാനര സംഘം മണൽ തിട്ടയിൽ വിശ്രമിച്ചു. കടലിനക്കരെ കരയുണ്ടോ എന്നവർക്കറിയില്ല. ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ എങ്ങനെ സാധിക്കും? നീന്താൻ ഉദ്യമിച്ചാൽ എത്ര ദൂരം നീന്തണമെന്നറിയില്ല. സ്രാവുകളോ തിമിംഗലങ്ങളോ പിടിച്ചു തിന്നാലുമായി. കടപ്പുറത്ത് അവർക്ക് ഭക്ഷണവും ശുദ്ധജലവും കിട്ടാൻ പ്രയാസമായിരുന്നു. എല്ലാവരും 4-5 ദിവസം കൊണ്ട് വല്ലാത്ത തളർച്ചയിലായി. ഗ്രീവരാജാവാണെങ്കിൽ സീതാന്വേഷണത്തിന് 1 മാസത്തെ സമയമേ അനുവദിച്ചിട്ടുള്ളൂ. 1 മാസം കഴിയും മുമ്പ് കിഷ്കിന്ധയിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ മരണശിക്ഷയാണ് ലഭിക്കുക. രാജാവ് നിർദ്ദേശിച്ച കാലാവധി തീർന്നിട്ടുണ്ടാകണമെന്ന് വാനരന്മാർ സംശയിച്ചു. തിരികെ പോയി അന്വേഷണം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് രാമലക്ഷ്മണന്മാരെയും സുഗ്രീവനെയും അറിയിക്കുന്നത് നാണക്കേടുമാണ്. വലിയ ശൂരവീര പരാക്രമികൾ അന്വേഷണത്തിന് പോയിട്ട് ഒരു വിവരവും കിട്ടാതെ കാലാവധിയും കഴിഞ്ഞ് മരണശിക്ഷ വാങ്ങുവാനായിതാ തിരികെ എത്തിയിരിക്കുന്നുവെന്ന് കിഷ്കിന്ധാവാസികൾ പരിഹസിക്കുകയും ചെയ്യും. യുവരാജാവായ അംഗദൻ വാനര സംഘങ്ങളുടെ അന്തർഗതം മനസ്സിലാക്കിയതിനു ശേഷം എല്ലാവരോടുമായി പറഞ്ഞു, കിഷ്കിന്ധയിൽ പോയി മരിക്കുന്നതിനേക്കാൾ ഭേദം ഇവിടെ തന്നെ പട്ടിണി കിടന്ന് മരിക്കുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു.
ഞാൻ ഏതായാലും വെറും കൈയുമായി തിരികെ പോകാൻ തയ്യാറല്ല. ഞാൻ സുഗ്രീവ രാജാവിന്റെ എതിരാളിയുടെ മകനാണല്ലോ. എന്നെ വധിക്കാൻ എന്റെ ഇളയച്ഛന് രാജാവിന് ഒരു മടിയും കാണില്ല. ഞാൻ ഇവിടെ കിടന്ന് മരിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു. നല്ലൊരു കാര്യത്തിന് വേണ്ടി സ്വയം മരണം വരിച്ചാൽ മരണാനന്തരം സ്വർഗത്തിൽ പോകാനെങ്കിലും അവകാശമുണ്ടാകും. നിങ്ങളിൽ തിരികെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സംഘത്തലവന്റെ അനുമതി ഉണ്ടെങ്കിൽ തിരികെ പോകാനാവുന്നതാണ്. വാനരസംഘത്തിൽ പലരും അംഗദന്റെ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് വാനരന്മാർ എല്ലാവരും തന്നെ മരണത്തിന് തയ്യാറായി. മണലിൽ ദർഭപുല്ല് തിരിച്ച് അതിന്മേൽ നിരനിരയായി കിടന്നു. സമയം അസ്തമനത്തോടടുത്തിരുന്നു. കണ്ണുകൾ അടച്ചു കിടന്നുകൊണ്ട് തന്നെ വാനരന്മാരിൽ ചിലർ ആത്മാലാപം എന്നവണ്ണം ദുഃഖഗീതങ്ങൾ പാടാൻ തുടങ്ങി. ചിലർ ഉച്ചത്തിൽ പാടിയത് ദശരഥപുത്രന്മാരിൽ 2 പേരായ രാമലക്ഷ്മണന്മാർ വനവാസത്തിന് പുറപ്പെടാനിടയായ സാഹചര്യത്തെക്കുറിച്ചാണ്. മറ്റു ചിലർ മാരീചന്റെ കപടവേഷവും രാവണന്റെ സീതാപഹരണവും തങ്ങളുടെ പാട്ടുകൾക്ക് വിഷയമാക്കി. ഈ സമയത്ത് ദക്ഷിണ സമുദ്ര തീരത്തിലുള്ള മഹേന്ദ്രാചലത്തിന് മുകളിൽ ഒരു കൊടുമുടി എന്ന വണ്ണം വലിയൊരു പക്ഷിയുടെ രൂപം ഉയർന്നു വന്നു. പർവ്വതത്തിന്റെ അങ്ങേപ്പുറത്ത് ഒരു ഗുഹയിൽ താമസിച്ചിരുന്ന സമ്പാതി എന്ന ഗരുഡപ്രവരൻ ഭക്ഷണം തേടി നടക്കുന്നതിനിടയിൽ പർവ്വതത്തിന്റെ മുകളിൽ എത്തിച്ചേർന്നപ്പോഴായിരുന്നു ഈ വാനരന്മാരുടെ ശ്രീരാമനെയും ലക്ഷ്മണനെയും കുറിച്ചുള്ള ഗീതങ്ങൾ കേട്ടത്. അസ്തമന സൂര്യന്റെ പ്രകാശത്തിൽ മലയ്ക്ക് മുകളിൽ നിന്ന് തന്നെ സമ്പാദിക്ക് അവിടെ അനേകം വാനരന്മാർ അവശനിലയിൽ കിടക്കുന്നത് കണ്ടറിയാൻ സാധിച്ചു. സമ്പാതി സാവധാനം താഴോട്ട് വാനരന്മാരുടെ അടുത്തേക്ക് നടന്നു വന്നു. ശ്രദ്ധിച്ചപ്പോൾ വാനരന്മാരിൽ ചിലർ ശോകഗാനങ്ങൾ ആലപിക്കുന്നത് കേൾക്കാനിടയായി. ആ സമയത്ത് ഒരു വാനരൻ ഉച്ചത്തിൽ പാടിയിരുന്നത് സീതയെ അപഹരിച്ചു കൊണ്ടുപോയ രാവണനെ ജടായു എതിരിട്ടതിനെ കുറിച്ചായിരുന്നു. ജടായു എന്ന വാക്ക് കേട്ടപ്പോൾ സമ്പാദിക്ക് പാട്ട് മുഴുവൻ കേൾക്കുവാൻ വലിയ താല്പര്യമായി. സമ്പാദി ചെവി കൂർപ്പിച്ച് മിണ്ടാതെ പാട്ട് കേട്ടുകൊണ്ടിരുന്നു. രാക്ഷസ രാജാവായ രാവണനോട് നിരായുധനായി പോരാടിയതിനു ശേഷം ജടായുവിന് രാവണന്റെ ചന്ദ്രഹാസം കൊണ്ടുള്ള വെട്ടേൽക്കുവാൻ ഇടയായതിനെ കുറിച്ചും മരണവേദന കടിച്ചിറക്കിക്കൊണ്ട് ജടായു രാമലക്ഷ്മണന്മാർ വരുന്നതുവരെ വനമധ്യത്തിൽ രക്തത്തിൽ കുളിച്ച് കിടന്നതിനെ കുറിച്ചും രാമലക്ഷ്മണന്മാർ വന്നപ്പോൾ അവരെ രാവണന്റെ സീതാപഹരണ നടപടിയെപ്പറ്റി പറഞ്ഞു കേൾപ്പിച്ചതിനെ കുറിച്ചും പിറ്റേന്ന് അധികം താമസിയാതെ ജടായു മരിച്ചതിനെ കുറിച്ചും ശ്രീരാമചന്ദ്രസ്വാമി മടിയിൽ കിടത്തി സംസ്കാര കർമ്മങ്ങൾ ചെയ്തതിനെ കുറിച്ചുമെല്ലാം വിശദമായി കേട്ടു. രാത്രിയിൽ വീണ്ടും സമ്പാദിയും വാനരന്മാരും തമ്മിൽ സംഭാഷണങ്ങൾ തുടർന്നു. പുലർച്ചെയായപ്പോഴേക്കും സമ്പാദിയുടെ മുറിഞ്ഞുപോയ ചിറകുകൾ മുളച്ചു വന്നു കഴിഞ്ഞിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുൻപ് സഹോദരനായ ജടായുവുമൊത്ത് മത്സര പറക്കൽ നടത്തി ചിറകുകൾ കരിഞ്ഞ് മഹേന്ദ്രാചലത്തിന്റെ മുകളിൽ വീണ താൻ ദുഃഖിതനായി കഷ്ടപ്പെട്ട് നടന്നു. നിശാകരൻ എന്ന തപസ്വിയുടെ ആശ്രമത്തിലെത്തിയ സംഭവം സമ്പാദി വാനരന്മാർക്ക് വിവരിച്ചു കൊടുത്തു. ത്രേതായുഗത്തിൽ സീതാന്വേഷണത്തിന് പുറപ്പെട്ട വാനരന്മാരിൽ നിന്ന് രാമകഥ കേൾക്കാൻ ഇടയാകുമ്പോൾ തനിക്ക് വീണ്ടും ചിറകുകൾ വളർന്നു വരുമെന്നുള്ള അനുഗ്രഹം ആ തപസ്വി നൽകിയിരുന്നു. അതിന്റെ ഫലമായാണ് എനിക്കിപ്പോൾ ചിറകുകൾ ഉണ്ടായതെന്ന് സമ്പാദി വാനരന്മാരെ അറിയിച്ചു. പിറ്റേന്ന് രാവിലെ സൂര്യനുദിച്ചപ്പോൾ വാനര നേതാക്കളെയും കൂട്ടിക്കൊണ്ട് സമ്പാദി മഹീന്ദ്രാചലത്തിന്റെ മുകളിൽ കയറി. പലപ്പോഴും രാവണൻ വിമാനത്തിൽ തെക്കോട്ടും വടക്കോട്ടും യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാവണന്റെ ആസ്ഥാനമായ ലങ്ക ഇവിടെ നിന്ന് 100 യോജന അകലെ കടലിന്റെ മധ്യത്തിലാണ്. എൻ്റെ സൂക്ഷ്മദൃഷ്ടി കൊണ്ട് ലങ്കയിലെ മാളികകളും ഉപവനങ്ങളും മറ്റും എനിക്ക് കാണാൻ കഴിയും. ഞാൻ ഒന്ന് ഉയർന്നു പറന്ന് നോക്കിയിട്ട് വിവരങ്ങൾ നിങ്ങളോട് പറയാം. ഇവിടെ നിൽക്കുക എന്ന് സമ്പാദി വാനര നേതാക്കളോട് പറഞ്ഞു. കുറെ ഉയരത്തിലേക്ക് പറന്ന് അല്പസമയം കഴിഞ്ഞ്
തിരികെ ഇറങ്ങി സമ്പാദി വാനര നേതാക്കളോട് പറഞ്ഞു, ലങ്കയിൽ രാവണന്റെ കൊട്ടാരത്തിനടുത്തുള്ള ഒരു ഉപവനത്തിൽ ഏതാനും രാക്ഷസിമാരുടെ മധ്യത്തിൽ തേജോരൂപിണിയായ ഒരു മനുഷ്യ സ്ത്രീ ഇരിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. നിങ്ങൾ അന്വേഷിക്കുന്ന സീതാദേവിയായിരിക്കും ആ മനുഷ്യ സ്ത്രീ എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിൽ സാമർഥ്യമുള്ളൊരു വാനരൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിൽ പോയി സീതാദേവിയെ നേരിട്ട് കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്വാമിയാർ ഈ പ്രഭാഷണം അവതരിപ്പിക്കാൻ എന്നെ സഹായിച്ച, അതുപോലെ തന്നെ എന്നെ പ്രേരിപ്പിച്ച സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും പരമേശ്വരൻ സാറിനും എൻ്റെ നമസ്കാരം. നികേത്, നന്നായിരുന്നു കേട്ടോ. നന്നായിട്ട് അവനവന്റെ ദൗത്യം നന്നായിട്ട് നിർവഹിച്ചു. വളരെ സന്തോഷമുണ്ട്. മിടുക്കനായി. ഓക്കെ, അടുത്തതായി നമ്മുടെ മുകുന്ദ ഹരിയെ ക്ഷണിക്കുകയാണ്. മുകുന്ദയെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറയാനുണ്ട്. എവിടെ മുകുന്ദ? ആനിക്കാട്. ഒന്ന് ഓൺ ചെയ്തേ. ആനിക്കാട് നമ്മുടെ ഗോശാല എല്ലാവരും അറിയും. സുരേഷ് ഗോപി സാറ് വന്ന് മുകുന്ദയെ പ്രത്യേകം അഭിനന്ദിക്കുകയും അവർ തമ്മിൽ അവിടെ സംസാരിക്കുകയൊക്കെ ചെയ്ത് അവരുടെ വീട്ടിൽ വിസിറ്റ് ചെയ്തു അദ്ദേഹം. അങ്ങനെ മുകുന്ദ നമ്മുടെ ഒരു അഭിമാനമായി മാറിയിരിക്കുന്നു. ഇന്ന് ഒരു പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, മുകുന്ദയ്ക്ക് ഒരു പ്രത്യേക അഭിനന്ദനം ഇന്ന് സ്പെഷ്യലായിട്ടുണ്ട്. കാരണം മുകുന്ദയുടെ അച്ഛൻ ഇന്ന് പെട്ടെന്ന് സുഖമില്ലാണ്ടായി, പനിയായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പോ വൈകുന്നേരം വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് മുകുന്ദയ്ക്ക് പങ്കെടുക്കാൻ പറ്റുമോ എന്ന് മുകുന്ദയുടെ അമ്മ എന്നെ വിളിച്ച് ഒരു ആശങ്ക പ്രകടിപ്പിച്ചു. അതേസമയം പറഞ്ഞു, എങ്ങനെയെങ്കിലും മുകുന്ദയ്ക്ക് പങ്കെടുക്കണം എന്നാണ് ആഗ്രഹം, അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും അതിനുള്ള സംവിധാനം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോ വേറെ ആരെങ്കിലും ഒന്ന് കരുതി വെക്കേണ്ട ഒരു കാര്യം കൂടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്താ വെച്ചാൽ, ഇൻ കേസ് മുകുന്ദയ്ക്ക് പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് വരാൻ പറ്റുമോ ഇരിക്കുകയോ, അല്ലെങ്കിൽ എഴുതിയ പുസ്തകം കയ്യിൽ കിട്ടാതിരിക്കുകയോ. പക്ഷേ അവര് വീട്ടിൽ നിന്ന് പുസ്തകം എടുപ്പിച്ച്, ഇപ്പൊ ആരുടെ കൂടെയാണ് ഇരിക്കുന്നത്? അമ്മയുടെ ചിറ്റയുടെ കൂടെയോ? ചിറ്റയുടെ വീട്ടിൽ പോയി ഈ പുസ്തകം എടുത്ത് ആരോ അതിന്റെ ഒരു ഫോട്ടോ, ചിറ്റ തന്നെ ഒരു ഫോട്ടോ പ്രിന്റ് പോയി എടുത്ത് ഇത് മുകുന്ദയെ കൊടുത്ത് മുകുന്ദ ചിറ്റയുടെ വീട്ടിൽ വന്നിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പോ മുകുന്ദയുടെ ഇതിനോടുള്ള ആ ഒരു താല്പര്യം, അത് എത്ര പറഞ്ഞാലും എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. കുഞ്ഞിനത് വേണം തോന്നുമല്ലോ. അച്ഛൻ ഹോസ്പിറ്റലിലാണ്, അമ്മയും ഹോസ്പിറ്റലിൽ അച്ഛൻ്റെ കൂടെ ഇരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥയില് ഈശ്വരനെ ആശ്രയിക്കുക. അച്ഛൻ ഒരു പ്രശ്നമല്ല, അത് അസുഖം പെട്ടെന്ന് മാറി അച്ഛൻ വീട്ടിലേക്ക് വരട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ഈശ്വരൻ ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്ര സ്വാമി അനുഗ്രഹിക്കട്ടെ. അതേസമയം വേറൊരാളെയും കൂടെ അഭിനന്ദിക്കുന്നുണ്ട്, അഭിറാം അജയ്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഞാൻ ഉച്ചയ്ക്ക് പെട്ടെന്ന് തന്നെ അഭിരാമിനെ വിളിച്ചു. എന്താ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് പറ്റുന്ന ചില കുട്ടികളുണ്ട്. അഭിരാമിനെ വിളിച്ചപ്പോ അഭിരാമിന്റെ അമ്മ ഫോൺ എടുത്തു. അഭിരാമിന്റെ അമ്മയോട് ഈ കാര്യം പറഞ്ഞു. ഈ കാര്യം പറഞ്ഞ് ഞാൻ ഈ പ്രഭാഷണം അങ്ങനെ തന്നെ ഞാൻ അപ്പൊ തന്നെ എഴുതി. ഈ പ്രഭാഷണം എനിക്ക് അറിയാമായിരുന്നു. അത് ഞാൻ എഴുതിയിട്ട് അഭിരാമന് അയച്ചു കൊടുത്തു. അഭിരാമിന്റെ അമ്മ പെട്ടെന്ന് തന്നെ അതിന്റെ പ്രിന്റ് എടുത്ത് അഭിരാമിനെ കൊണ്ട് ചൊല്ലിച്ച് വൈകുന്നേരം അഭിരാം എന്നെ അത് കേൾപ്പിക്കുകയും ചെയ്തു. അപ്പോ അഭിരാമും റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. ഇൻ കേസ് മുകുന്ദയ്ക്ക് പറ്റിയില്ലെങ്കിൽ നമ്മുടെ അഭിറാം രംഗത്ത് വന്ന് ഇന്ന് അത് അവതരിപ്പിക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മളെ ഇതിനോട് കാണിക്കുന്ന അവരുടെ ഇതിനോടുള്ള ഒരു താല്പര്യം, അവരുടെ പാരൻസ് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരു സാഹചര്യം, ഇതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അപ്പൊ മുകുന്ദയ്ക്ക് ഒരു പ്രത്യേക അഭിനന്ദനം, അതേപോലെ അഭിരാമിനും പ്രത്യേക അഭിനന്ദനം. ഇനി മുകുന്ദ പ്രാർത്ഥന ചൊല്ലിയിട്ട് തുടങ്ങിക്കോളൂ. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. സമ്പാദിയുടെ രാവണനെ കുറിച്ചും സീതയെക്കുറിച്ചുമുള്ള വിശദമായ വിശദീകരണങ്ങൾ കേട്ട് ഉപദേശങ്ങളും കേട്ടപ്പോൾ വാനരന്മാർ പൂർവാധികം ഉന്മേഷവാന്മാരായി ചാടി എണീറ്റ് ഒരുമിച്ച് കൂടി ആർത്തുല്ലസിച്ചു. സീതാദർശന ആകാംക്ഷികളായ കവികൾ അവർ സമ്പാദിയുടെ വചനമനുസരിച്ച് സന്തോഷത്തോടു കൂടി സാഗരത്തിന് നേരെ സീതാന്വേഷണത്തിനായി പുറപ്പെട്ടു. ആകാശം പോലെ അനന്തമായ സാഗരം കണ്ടിട്ട്, അഥവാ സമുദ്രം കണ്ട് എല്ലാ വാനരന്മാരും ഇനി എന്തു ചെയ്യും എന്ന് പറഞ്ഞ് വിഷണ്ണരായി. സാഗരം കണ്ടിട്ട് വിഷണ്ണരായി നിൽക്കുന്ന വാനര സേനയെ കണ്ട് സേനാപതി അവരെ ആശ്വസിപ്പിച്ചു. മനസ്സിൽ വിഷാദം അരുത്, വിഷാദം ആപത്കരമാണ്, വിഷാദം മനുഷ്യനെ നശിപ്പിക്കും.
വൃഷസർപ്പം ബാലനെ എന്ന പോലെയാണ് അത് നമ്മെ നശിപ്പിക്കുക. വിഷാദം ആരെ കീഴടക്കുമോ ആ തീജോഹീനന് വിക്രമം വേണ്ടുന്ന സമയത്ത് കൈവരാതെ പോകുന്നു. ആ രാത്രി കഴിയാറായപ്പോൾ അംഗദൻ വാനരന്മാരോടു കൂടി വൃദ്ധവാനരന്മാരെ സമീപിച്ച് ഒരു മന്ത്രാലോചന ചെയ്തു. ആ വാനര സൈന്യം അംഗദന്റെ ചുറ്റും ഇന്ദ്രന് ചുറ്റും ദേവസൈന്യം എന്ന പോലെ നിലകൊണ്ടു. അപ്പോൾ അംഗദൻ ആ വാനര സേനകളെ എല്ലാവരെയും അഭിമുഖീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഇപ്പോൾ മഹാ തേജസ്വിയായ ആർക്കാണ് ഈ കടൽ ചാടിക്കടക്കാൻ കഴിയുക? ആരാണ് ശത്രു സംഹാരകനായ സുഗ്രീവന്റെ വാക്കുകൾ സത്യമാക്കിക്കൊള്ളാമെന്ന് ധീരതയുള്ളവൻ? ഏത് വീരനാണ് 100 യോജന ചാടിക്കടക്കുക? ഈ വാനര സേനയെ മുഴുവൻ മഹാഭയത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ആർക്കാണ് കഴിയുക? ഏത് വാനരന്റെ അനുഗ്രഹത്താലാണ് രാമലക്ഷ്മണന്മാരെയും സുഗ്രീവനെയും സന്തോഷത്തോടു കൂടി നമുക്ക് സമീപിക്കാൻ കഴിയുക? നിങ്ങൾ എല്ലാവരും ബലവാന്മാരാണ്, എല്ലാവരും ഉറച്ച പൗരുഷമുള്ളവരാണ്. ആർക്കാണിപ്പോൾ ഈ സമുദ്രം ചാടിക്കടക്കാൻ കഴിയുക? ആരും ഒന്നും മിണ്ടിയില്ല. ചിലർ 10 യോജന ചാടാം, 20 യോജന ചാടാം, 50 യോജന ചാടാം എന്ന് പറഞ്ഞു. ആർക്കും മുഴുവനായി 100 യോജന ചാടാനും തിരികെ തിരിച്ച് സീതയെ കണ്ടതിനു ശേഷം തിരിച്ചു ചാടി വരാനുമുള്ള കഴിവുണ്ടെന്ന് ആരും തന്നെ പറഞ്ഞില്ല. എല്ലാവരും സങ്കടത്തിലായി. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഹനുമാന്റെ അടുത്ത് ചെന്ന് ജാമ്പവാൻ ഹനുമാനോട് പറഞ്ഞു, വായുപുത്രനായ അങ്ങയ്ക്ക് വായുവിന്റെ ഗതിവേഗവും അഷ്ടൈശ്വര സിദ്ധിയുമുണ്ട്. ദേഹം എത്രയും ചെറുതാക്കാനും എത്രയും വലുതാക്കാനും വായുവേഗത്തിൽ സഞ്ചരിച്ച് എവിടെയും എത്തുവാനുള്ള കഴിവും അങ്ങയ്ക്കുണ്ട്. സൂര്യഭഗവാനിൽ നിന്ന് വേദശാസ്ത്ര വിദ്യകൾ അഭ്യസിച്ച അങ്ങ് മഹാപണ്ഡിതനും പ്രഗത്ഭനുമായ ഒരു യോദ്ധാവും കൂടിയാണ്. കടൽ ചാടിക്കടന്ന് ലങ്കയിൽ പോയി വിവരങ്ങൾ അന്വേഷിച്ച് തിരികെ വരാൻ അങ്ങയ്ക്ക് സാധിക്കും. അങ്ങയുടെ കഴിവുകളെല്ലാം സ്വയം ഒന്ന് ഓർമ്മിക്കുക. തുടർന്ന് ജാമ്പവാൻ ചെറുപ്പത്തിൽ സൂര്യബിംബം വിഴുങ്ങുവാനായി ആകാശത്തേക്ക് കുതിച്ചതും ഇന്ദ്രന്റെ വജ്രായുധം കൊണ്ട് പ്രഹരമേറ്റ് തിരികെ ഭൂമിയിൽ വീണതും താടിയെല്ലിന് പരിക്കുപറ്റിയതും മറ്റും വിവരിച്ചു. അതെല്ലാം വിവരിച്ചു കേൾപ്പിച്ചു. തന്റെ പഴയ ചരിത്രങ്ങൾ ആരെങ്കിലും വിവരിക്കുന്നത് കേട്ടാൽ കേൾക്കാൻ ഇടയായാൽ കഴിവുകളെ കുറിച്ച് തനിക്ക് സ്വയം ബോധമുണ്ടാവുമെന്നും ആ കഴിവുകൾ ഉപയോഗിച്ച് എന്തും സാധിക്കുവാൻ കഴിയുമെന്നും ഹനുമാൻ ഒരുപാട് അനുഗ്രഹം ലഭിച്ചിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ജാമ്പവാൻ ഹനുമാനോട് പറഞ്ഞു. ഹനുമാൻ ജാമ്പവാനോടും മറ്റ് വാനര നേതാക്കളോടുമായി പറഞ്ഞു, ഞാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിൽ പോകാൻ തയ്യാറാണ്. ഞാൻ മലയുടെ മുകളിലേക്ക് പോകാം. ഹനുമാന്റെ മാതാപിതാക്കളായ അഞ്ജനയെ കുറിച്ചും പിതാവായ മാരുതനെ കുറിച്ചുമെല്ലാം അംഗദൻ ഹനുമാനോട് വിശദമായി പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെ സ്വന്തം കഥ കേട്ടപ്പോഴാണ് ഹനുമാൻ സ്വാമിക്ക് തന്റെ ശക്തി തിരിച്ചറിഞ്ഞ് പൂർവാധികം ശക്തിയോട് കൂടി ലങ്കയിൽ പോയി സീതയെ കൊണ്ടുവരാനുള്ള ആ മഹാഭാഗ്യം തനിക്ക് സിദ്ധിക്കും എന്ന് സ്വയം ബോധ്യമുണ്ടായത്. വാനര സംഘം അന്വേഷണത്തിന് പുറപ്പെടുന്ന സമയം ശ്രീരാമചന്ദ്രസ്വാമി ഹനുമാൻ സ്വാമിയുടെ കയ്യിലായിരുന്നു സീതയെ കണ്ടാൽ കൊടുക്കുവാനായി അടയാളമായി ഒരു മോതിരം കൊടുത്തിരുന്നത്. അങ്ങനെ ശ്രീരാമസ്വാമിയുടെ ആ അനുഗ്രഹം ഇപ്പോൾ ഹനുമാന് ഏറ്റവും ശക്തിയുള്ളതായി മാറുവാനായി സഹായിക്കുകയും ചെയ്തു. അന്വേഷണ സംഘത്തിന്റെ തലവനായ താരൻ അന്വേഷണ സംഘത്തിലെ അംഗങ്ങളോട് മലയുടെ മുകളിലേക്ക് നടന്നു കയറാൻ ആവശ്യപ്പെട്ടു. ഹനുമാൻ ലങ്കയിലേക്ക് പോകുകയാണ്. അദ്ദേഹത്തിന് നമ്മൾ ഹൃദയംഗമായി യാത്രയയപ്പും ആശീർവാദങ്ങളും നൽകണമെന്ന് താരൻ വാനരന്മാരോട് പറഞ്ഞു. മലയുടെ മുകളിൽ എത്തിയ ഹനുമാൻ തന്റെ ഗുരുവായ സൂര്യഭഗവാനെയും പിതാവായ വായു ഭഗവാനെയും വരുണനെയും ഇന്ദ്രമഹേശ്വര ബ്രഹ്മാവക്തി തുടങ്ങിയ എല്ലാ ദേവന്മാരെയും വന്ദിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥനാ നിരതനായി ദക്ഷിണാഭിമുഖമായി നിന്നു. ഹനുമാന്റെ ശരീരം ക്രമേണ വലുതാകാൻ തുടങ്ങി. മലയുടെ മുകളിൽ വലിയൊരു കൊടുമുടി പോലെ ഹനുമാൻ ഉയർന്നു നിന്നു. കാലുകൾ നിലത്തൂന്നി കൈകൾ ഉയർത്തിപ്പിടിച്ച് വാഴത്തറയിൽ അങ്ങുമിങ്ങും ആടി ഉരസിച്ചുകൊണ്ട് ഹനുമാൻ മേലോട്ടൊരു വലിയൊരു കുതിപ്പ് തന്നെ കുതിച്ചു. കുതിപ്പിന്റെ വേഗത്തിൽ മരങ്ങളും പാറക്കല്ലുകളും ഹനുമാന്റെ പുറകെ മേലോട്ടുയർന്ന് താഴെ വീണു. കുറച്ചു ദൂരം മുകളിൽ എത്തിയതിനു ശേഷം കൈകൾ മുന്നോട്ട് പിടിച്ച് കാലുകൾ തുഴഞ്ഞ് ഹനുമാൻ ആകാശത്തിലൂടെ തെക്കോട്ട് നീങ്ങാൻ തുടങ്ങി. അടുത്ത ദിവസം ഉച്ചതിരിഞ്ഞ് ഹനുമാൻ തിരിച്ചു വരുന്നത് കാണാൻ നിൽക്കാമെന്ന് വാനര സംഘത്തിന്റെ നായകൻ താരൻ അറിയിച്ചു. നന്നായിട്ട് പറഞ്ഞു കേട്ടോ. അച്ഛന് വേഗം സുഖമായി നാളെ തന്നെ അച്ഛൻ വീട്ടിലേക്ക് വരട്ടെ. ഹനുമാൻ സ്വാമി കൂടെ ഉണ്ടാവും കേട്ടോ. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഉടനെ അച്ഛൻ തിരിച്ച് ആസ്പത്രിയിൽ നിന്ന് വീട്ടിൽ വന്നോളും കേട്ടോ. വളരെ സന്തോഷം മോള് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തതില്. ഇതെന്നും ജീവിതത്തില് കുഞ്ഞിന് ഒരു പരാജയവും ഒരു സ്ഥലത്തും ഉണ്ടാവില്ല, ഒരു സംശയവും വേണ്ട.
നിരഞ്ജന, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. നിരഞ്ജന. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. രാമ 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 പാഹി മാം. രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം. രാമ രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം. ഭക്തിമുക്തിദായക പുരന്ദരാദിസേവിതാം ഭാഗ്യവാരിദേ ജയ മുകുന്ദ രാമ പാഹി മാം. ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവാശിഖാമണി മുകുന്ദ രാമ പാഹി മാം. നിൻ ചരിതമോതുവാൻ നിനവിലോർമ്മ തോന്നണം പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹി മാം. ശങ്കര സദാശിവ നമ ശിവായ മംഗള. ചന്ദ്രശേഖര ഭഗവൽ ഭക്തി കൊണ്ടു ഞാനിതാ രാമമന്ത്രമോദിടുന്നിതാമയങ്ങൾ നീങ്ങുവാൻ. രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം. ശിക്ഷയോട് മത്സ്യമായവതരിച്ച മാധവം വക്ഷസാങ്കിതം ഭവിച്ച രാമ രാമ പാഹി മാം. ധർമ്മമോട് മന്ദരമുയർത്തുവാനയങ്ങുടൻ കൂർമ്മമായവതരിച്ച രാമ രാമ പാഹി മാം. പാരിടം പിളർന്നു ചെന്ന തേറ്റമേലി ഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ട് രാമ രാമ പാഹി മാം. നാരസിംഹരൂപമായവതരിച്ച നീ പുര നീതിയായി ഹിരണ്യനെ ഹനിച്ച രാമ പാഹി മാം. ജഗത്രയങ്ങൾ മൂന്നടിയായി അങ്ങളെന്നു വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദ രാമ പാഹി മാം. ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹി മാം. ഭൂമി ഭാരമാശു തീർത്തു രക്ഷ ചെയ്വതിന്നഹോ ബ്രഹ്മദേവനാൽ വരിച്ച രാമ രാമ പാഹി മാം. ആകയാൽ അയോധ്യ മന്നനാം ദശരഥനുടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹി മാം. ദുഷ്ടനാം നിശാചരവധം കഴിച്ച യാഗവും പുഷ്ടമായി മുടിച്ചു നീ മുകുന്ദ രാമ പാഹി മാം. ഗൗതമന്റെ ശാപമേറ്റു കല്ലത്തായി കിടന്നൊരു കഞ്ചനീർമിഴിക്കു മോക്ഷമീണ്ട രാമ പാഹി മാം. വിദേഹരാജമുൾപ്പുകെന്തു വിശ്വനായകനുടെ വിൽമുറിച്ചു സീതയെ വരിച്ച രാമ പാഹി മാം. അച്ഛനോടു അമ്മയോടു ആശീർവാദവും വഹിച്ചു തുച്ഛമായ വൽക്കലം ധരിച്ച രാമ പാഹി മാം. ഭരതഭാഷിതം ശ്രവിച്ചു പൈതൃകർമ്മതർപ്പണങ്ങൾ ഭക്തിയായി കഴിച്ചവിടെ രാമ രാമ പാഹി മാം. പാതുകം ഭരതനങ്ങു പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായി കൊടുത്തയച്ച രാമ രാമ പാഹി മാം. ഭക്തനാം ജടായുവിന് മോക്ഷവും കൊടുത്തു പിന്നെ
ശക്തനാം കഭണ്ഡനെ വധിച്ച രാമ പാഹിമ. ശബരിയാശ്രമേ ഗമിച്ചു സർവകാര്യവും ഗ്രഹിച്ചു. ശബരിയും ഗതിയടഞ്ഞു രാമ രാമ പാഹിമം. സീതയോട് ചൊൽവതിന്നു ശില്പമായ വാക്യവും ചന്തമോട് ചൊല്ലിവിട്ട രാമ രാമ പാഹിമം. ഇന്ദ്രജിത്തിനോട് തീർത്തു ബ്രഹ്മപാശമേറ്റതും ഇംഗിതത്തുടങ്ങറിഞ്ഞ രാമ രാമ പാഹിമം. ലങ്ക ചുട്ടു ഭസ്മമാങ്കി വന്ന മാരുതിക്കുടൻ സങ്കടങ്ങളാശു തീർത്ത് രാമ രാമ പാഹിമം. വഞ്ചിറത്തൊടുത്തു പിന്നെ വാജമോദമോടുടൻ വാരിധി കടന്നു ചെന്ന രാമ രാമ പാഹിമം. കമ്പമാർന്ന രാവണന്റെ തമ്പിയായി വിലസിടുന്ന കുംഭകർണനെ ഹനിച്ച രാമ രാമ പാഹിമം. ഇന്ദ്രജിത്തിനെ വധിച്ചു സുന്ദരാകുമാരനായി ലക്ഷ്മണാഗ്രജാ വിഭോ മുകുന്ദ രാമ പാഹിമം. ദുഷ്ടനാം ദശാനനന്റെ കണ്ഠവും മുറിച്ചു പിന്നെ ശിഷ്ടരക്ഷ ചെയ്തു കൊണ്ട് രാമ രാമ പാഹിമം. രാക്ഷസാകുലം മുടിച്ചു രക്ഷയും വസുന്ധരയ്ക്കും തൽക്ഷണേ വരുത്തി വെച്ച രാമ രാമ പാഹിമ. വഗ്നിമണ്ഡലേരുന്നവ വഹിച്ചു കൊണ്ട് വന്ന യോധ്യ പൊക്കിരുന്ന രാമ രാമ പാഹിമം. രത്നമകുടവും ധരിച്ചു ദേവിയോട് കൂടവി രത്നമഞ്ചമങ്ങതിൽ വസിച്ച രാമ പാഹിമം. രാജ്യവാസിയായവർക്കു പൂജ്യനായിരുന്നു തത്രം രാജ്യപാലനം വഹിച്ച രാമ രാമ പാഹിമം. ഭക്തിയോട് സന്ധ്യനാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹിമം. രാമ 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 രാമം. രാമ 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 പാഹിമം. എനിക്ക് ഈ അവസരം തന്നെ രാമായണ മാസത്തിൽ ഈ നല്ല അവസരം തന്ന പരമേശ്വര സാറിനും സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും എൻ്റെ സാഷ്ടാംഗം പ്രണാമിച്ചു. നന്ദി, നമസ്കാരം. നന്നായിട്ട് ചൊല്ലി കേട്ടോ. നല്ല ഭക്തിസാന്ദ്രമായിരുന്നു, സുന്ദരമായിരുന്നു എന്ന് പറയാലോ. അപ്പോ ഭജനയൊക്കെ പഠിക്കണം നന്നായിട്ട്. നമ്മുടെ സ്വാമിയാർ മഠത്തിൽ ഭജന പഠിപ്പിക്കുന്നുണ്ടല്ലോ രവിച്ചേട്ടൻ. അതിൽ ഭജന പഠിക്കാനായിട്ട് കയറിയിട്ട് മോൾക്കതിന് ഉള്ള ഒരു ശബ്ദം വളരെ ഭക്തി രസപ്രധാനമായ ഒരു ശബ്ദവും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഭജനയൊക്കെ പഠിച്ച് നമുക്ക് നല്ല ഭജനകളൊക്കെ അവതരിപ്പിക്കണം കേട്ടോ. മച്ചേട്ടാ. സായിറാം. രാമായണ മാസത്തിലെ 20ാമത്തെ ദിവസമാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും വളരെയേറെ പ്രതീക്ഷ നിർഭരമാണ്. ഓരോ കുട്ടികളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിചാരിച്ചതിലൊക്കെ വളരെയേറെ പുരോഗതിയുണ്ട്. നികേതും മുകുന്ദഗിരിയും നിരഞ്ജനയും അവരവർ കൊടുത്തിട്ടുള്ള ഭാഗങ്ങള് ഭംഗിയായി തന്നെ അവതരിപ്പിച്ചു. നികേത് സ്വയംപ്രഭയുടെ ആശ്രമത്തിൽ നിന്ന് സീതാന്വേഷണത്തിലുള്ള യാത്രയും അംഗദന്റെ നേതൃത്വത്തിലുള്ള വാനര സംഘത്തിന്റെ സമ്പാദിയുടെ ദർശനവും ഒക്കെ വളരെ ഹൃദ്യമായി തന്നെ അവതരിപ്പിച്ചു. ആ ജടായുവിന്റെ ദുഃഖവർത്തമാനവും സമ്പാദിയുടെ ലങ്കാദർശനത്തിലുള്ള വഴികൾ പറഞ്ഞു കൊടുത്തതും ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചു. മുകുന്ദഗിരിയും അതുപോലെ തന്നെ സമ്പാദിയുടെ നിർദ്ദേശം കേട്ട് സീതാദർശനത്തിന് സമുദ്രതരണം ചെയ്യാനുള്ള വഴികളൊക്കെ ആലോചിച്ചുകൊണ്ട് ഒടുവിൽ
ജാംബവാന്റെ നിർദ്ദേശങ്ങൾ കേട്ട് ഹനുമാൻ സ്വാമി സീതാദർശനത്തിന് ഒരുങ്ങുന്നതും ഒക്കെ നന്നായിട്ട് പടിപടിയായിട്ട് കഥകളിലൊന്നും ഒരു വ്യത്യാസവും വരുത്താതെ അടുക്കും ചിട്ടയോടും കൂടി തന്നെ അതെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചു. അതിനേക്കാളൊക്കെ ഉപരിയായിട്ടില്ല, സ്വാഭാവികമായിട്ട് തന്നെ നിരഞ്ജനയുടെ സന്ധ്യാനാമം ചൊല്ലിയത് ഹൃദ്യവും ഭക്തിപൂർവമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എല്ലാവരും അവരവരെ ഏൽപ്പിച്ച കൃത്യനിർവഹണം നന്നായി നടത്തി എന്നുള്ളതിന് അവർക്കെല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം അങ്ങേയറ്റം ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. അതിനേക്കാളൊക്കെ ഉപരി പരമേശ്വരനെ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ എന്നും പറയുന്നതാണ്, അദ്ദേഹത്തെ പുകഴ്ത്തി പറയേണ്ട ഒരു കാര്യം എനിക്ക് ഇല്ല. ഒരു ചായ പോലും മേടിച്ചു തരത്തില്ല. ഇത് അദ്ദേഹത്തിന്റെ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഭഗവാന്റെ നിയോഗം അനുസരിച്ചാണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ ഇന്നത്തെ ഈ ദുരന്തങ്ങൾ നിറഞ്ഞ കാലഘട്ടത്തിൽ ഒരുപാട് കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നുണ്ട്. അവരെ എല്ലാം ഒരാളെയെങ്കിലും ഈ ശരീരമായ മാർഗത്തിലേക്ക് തിരിച്ചുവിട്ടാൽ അദ്ദേഹത്തിന് ജന്മസാഫല്യം ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങേയറ്റം വിജയഭാവത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സായിറാം സർ, നമസ്കാരം. നിരഞ്ജന മോള് എന്ത് ഭംഗിയായിട്ടാ ചൊല്ലിയത്. നല്ല വോയിസ് ആണ് കേട്ടോ, ഈശ്വരാനുഗ്രഹമാണിത്. ഇങ്ങനെ ഒരു ശബ്ദം ദൈവം തന്നിരിക്കുന്നത് വെറുതെ ഇങ്ങനെ ഇത് മാത്രം പാടി ഒതുക്കാനുള്ളതല്ല. സാറ് പറഞ്ഞ പോലെ സംഗീതം പഠിക്കണം, പാടാൻ പഠിക്കണം കേട്ടോ. നല്ല ശബ്ദമാണ് മോളുടെ. എന്ത് ഭംഗിയായിട്ടാ ചൊല്ലിയത്, വളരെ നന്നായിരുന്നു. പിന്നെ നികേതും മുകുന്ദയും നന്നായിട്ട് തന്നെ പറഞ്ഞു. നല്ല കഥാകഥനം. ഇന്നത്തെ ആ ഭാഗം വളരെ ഹൃദ്യമായിട്ട് അവതരിപ്പിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വാമിചേട്ടനുണ്ടോ? നമ്മുടെ ചേച്ചിമാര് നിരഞ്ജന ചേച്ചിയൊക്കെ ഗംഭീരമായിട്ട് ചെല്ലിയില്ലോ. പിന്നെ നമ്മുടെ നികേത് ഗംഭീരായിട്ട് ഇരുന്നു. അയ്യോ, മറ്റേ ആ കുഞ്ഞിന്റെ പേര് വിട്ടുപോയി സാറേ. നമ്മുടെ മുകുന്ദ. ആ ഒരു ഇത് കാണിച്ചല്ലോ. അതെ, അത് തന്നെയാണ് പരമേശ്വർ പറഞ്ഞ പോലെ ഏത് കാലത്തും ഏത് സന്ദർഭത്തിലും ഭഗവാനെ ഓർത്താ മതി, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. അത് ആ അറിവ് കുഞ്ഞിനെ ചെറുപ്പത്തിൽ തന്നെ കിട്ടിയല്ലോ. എനിക്ക് പരമേശ്വര പറഞ്ഞതന്നെ പറയാനുള്ളൂ, നിങ്ങളൊക്കെ മഹാഭാഗ്യം ചെയ്ത കുഞ്ഞുങ്ങളാണ്. ഭഗവാൻ വാരിക്കോരി തന്ന ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കണം, നഷ്ടപ്പെടുത്തരുത്. എന്നിപ്പോ ഇവിടുത്തെ കഴിഞ്ഞു പോയി കഴിഞ്ഞ് ഇനി അടുത്ത ഒരു രാമായണ മാസത്തിലാവരുത്. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും രാമായണം വായിച്ചു പോയാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും, ഗംഭീരമായ മാറ്റം ഉണ്ടാവും. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സായിരാം സാറേ. നാളത്തെ പ്രോഗ്രാം നോക്കാം. നാളെ 21ാമത്തെ ദിവസം ആരാത്രിക അരവിന്ദ്, ആദർശ് എസ് നായർ, അവർ രണ്ടുപേരുമാണ് നാളെ പ്രഭാഷണം നടത്തുന്നത്. രാമസന്ധ്യാനാമം ചൊല്ലുന്നത് ശ്രീറാം കെ, അദ്രിത് അരവിന്ദ്, ദിത്സ. 2 ചെറിയ കുട്ടികളും പിന്നെ ദിത്സ എന്നുള്ള കുട്ടിയും. എല്ലാവരും ഇന്നത്തെ പോലെ തന്നെ നേരത്തെ സന്നിഹിതരായി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളെ അനുഗ്രഹിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങൾ എല്ലാവരും നിങ്ങളുടെ പങ്കെടുത്ത യൂട്യൂബ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ ടീച്ചേഴ്സിനും എല്ലാവർക്കും അത് അയച്ചു കൊടുക്കണം. അങ്ങനെ ഈ രാമായണ സന്ദേശം എല്ലാ സ്ഥലത്തും എത്തണം. കൂടുതൽ കുട്ടികൾക്ക് ഇതെല്ലാം പഠിക്കാനും മനസ്സിലാക്കാനും ഈശ്വരാനുഗ്രഹം നേടാനുമുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം.
അത് നമ്മുടെ ധർമ്മമാണ്. അതിന് എല്ലാവരും തയ്യാറാവണം. വീട്ടിലെ അച്ഛനോടും അമ്മയോടൊക്കെ പറയണം. അച്ഛൻ്റെ ഓഫീസിൽ ഫ്രണ്ട്സ് ഉണ്ടാവും, അമ്മയുടെ ഓഫീസിൽ ഫ്രണ്ട്സ് ഉണ്ടാവും. എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കും. ജസ്റ്റ് ഒന്ന് കേൾക്കാൻ പറയണം. എൻ്റെ കുഞ്ഞ് പങ്കെടുത്തതാണ്, എൻ്റെ കുഞ്ഞ് രാമായണത്തെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞതാണ്, ശ്രീരാമേന്ദ്ര സ്വാമിയെ കുറിച്ച് പറഞ്ഞതാണ്, ഹനുമാൻ സ്വാമിയെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പൊ അതൊന്ന് എല്ലാവർക്കും അത് കേൾക്കാൻ ഒരു താല്പര്യം കാണും. പ്രത്യേകിച്ചും നിങ്ങൾ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിതിൽ ഏറ്റവും സന്തോഷം. അതെല്ലാവർക്കും ഇഷ്ടമാണ്. കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം ആരാണ് ഇഷ്ടപ്പെടാത്ത? എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് എല്ലാവരും പാരൻസ് ഒക്കെ അതിനു വേണ്ടി ഒന്ന് ഉത്സാഹിക്കണം എന്ന് വിനീതമായ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. നമുക്ക് നാളെ നേരത്തെ നമുക്ക് എല്ലാവർക്കും കാണാം. എല്ലാവർക്കും സായിരാം, എല്ലാവർക്കും നമസ്കാരം. സായിരാം 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 സായിരാം.